നമസ്കാരം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കുമെന്ന സൂചന നൽകി AICC നേതൃത്വം. രാഹുൽ കേരളത്തിൽ മത്സരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് തടസ്സമാകില്ലെന്നും കേരളത്തിൽ ഇടതു വലതു മുന്നണികൾ തമ്മിലാണ് പോരാട്ടമെന്നും AICC വക്താവ് ജയറാം രമേശ് വ്യക്തമാക്കി. അതേസമയം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായി വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി ആനി രാജ രംഗത്തെത്തി. വയനാട് ആരുടെയും കുത്തക മണ്ഡലമല്ലെന്നും ഇടതുപക്ഷത്തിനെതിരായ രാഹുലിന്റെ മത്സരം കഴിഞ്ഞ തവണ തന്നെ ചോദ്യം ചെയ്യപ്പെടണമെന്നായിരുന്നു ആനി രാജ പറഞ്ഞത്. ജയറാം രമേശിന്റെ പ്രതികരണത്തോടെ വയനാട്ടിൽ ഇക്കുറിയും രാഹുൽ ഗാന്ധി തന്നെയെന്ന് സൂചനയാണ് AICC നേതൃത്വം നൽകുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിന്ന് രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നത് വിമർശന വിധേയമാകുമ്പോൾ അതിന് മറുപടി നൽകുന്നതിലൂടെ വയനാട്ടിലേക്ക് ആരെന്നും നേതൃത്വം വ്യക്തമാക്കുന്നു. ഇടതുപക്ഷം ഇന്ത്യ സഖ്യത്തിലുള്ളത് മത്സരത്തിന് തടസ്സമാവില്ലെന്ന് AICC വക്താവ് ജയറാം രമേശ് മാധ്യമങ്ങളെ അറിയിച്ചു. കേരളത്തിൽ ഇടതു വലതു മുന്നണികൾ തമ്മിലാണ് മത്സരം. ആ മത്സരത്തിന്റെ ഭാഗമാകുന്നത് ഇപ്പോഴത്തെ നിലപാടുകൾക്ക് എതിരല്ലെന്നും ജയറാം രമേശ് വിശദീകരിച്ചു. എന്നാൽ കോൺഗ്രസിന്റെ നിലപാട് CPI ചോടിപ്പിച്ചു. കോൺഗ്രസിന്റെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമുണ്ടാകണമെന്ന് വയനാട്ടിലെ സ്ഥാനാർത്ഥി ആനി രാജ വിമർശിച്ചു. വയനാട് കുത്തക മണ്ഡലമാണെന്ന് കോൺഗ്രസ് കരുതേണ്ടെന്നും 5 വർഷത്തേക്കാണ് ഒരാളെ MP തെരഞ്ഞെടുക്കുന്നതെന്നും ആനി രാജ പറഞ്ഞു. രാഹുൽ ഇക്കുറിയും വയനാട്ടിലേക്ക് നീങ്ങുന്നത് ഇടതുപക്ഷത്തെ ദേശീയ തലത്തിൽ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വം വഹിക്കുന്ന കക്ഷി സഖ്യത്തിലെ മറ്റൊരു കക്ഷിയോട് ഏറ്റുമുട്ടുന്നതിലെ അതൃപ്തി CPM-ഉം CPI-യും കോൺഗ്രസിനെ അറിയിച്ചിട്ടുണ്ട്. വയനാട്ടിലെ ഏറ്റുമുട്ടൽ ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തെ അടിക്കാനുള്ള വടിയായി BJP മാറ്റിക്കഴിഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക മാർച്ച് ആദ്യവാരം വരുന്നതോടെ രാഹുൽ ഗാന്ധിയുടെ മത്സരം എവിടെയെന്ന് വ്യക്തമാകും.